അന്താരാഷ്ട്ര ബന്ധങ്ങൾ പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോൾ ചൈനയിലെ ടിയാൻജിൻ നഗരം ചരിത്രപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദിയാകുന്നു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ലോകത്തിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കാൻ കഴിവുള്ള 3 രാഷ്ട്രത്തലവന്മാർ ഒത്തുചേരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച എന്നതിലുപരി ഇത് ഇതുവരെ നിലനിന്നിരുന്ന ലോകശക്തികളുടെ സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു നിർണായക നിമിഷമാണ്. ഈ ഉച്ചകോടിക്ക് തൊട്ടു മുമ്പ് നടന്ന ചില സംഭവ വികാസങ്ങൾ അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടിയാൻജിനിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സാധാരണഗതിയിൽ ഒരു ഉച്ചകോടിക്ക് മുന്നോടിയായി ഇത്തരം ഫോൺ സംഭാഷണങ്ങൾ അത്ര അസാധാരണമല്ല. പക്ഷേ യുക്രൈൻ റഷ്യൻ സംഘർഷം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ സമാധാന ചർച്ചകൾക്ക് റഷ്യയെ പ്രേരിപ്പിക്കുന്നതിന് ഇന്ത്യക്കൊരു മധ്യസ്ഥന്റെ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന സെലൻസ്കിയുടെ പ്രതീക്ഷയാണ് ഈ സംഭാഷണത്തിന് നയതന്ത്രപരമായ പ്രാധാന്യം നൽകുന്നത്. ഷാങ്ഹായി സഹകരണ സംഘടന ഉച്ചകോടിക്ക് മുന്നോടിയായി ഞങ്ങളുടെ നിലപാടുകൾ ഏകോപിപ്പിച്ചു. ഈ യുദ്ധത്തിന്റെ അവസാനം ഉടനടി വെടിനിർത്തലോടെ ആരംഭിക്കണമെന്ന് സെലൻസ്കി പിന്നീട് ട്വീറ്റ് ചെയ്തത് ഇന്ത്യയിൽ അവർ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവെന്നതിന്റെ സൂചനയാണ്. റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് പുടിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കുമെന്ന സെലൻസ്കിയുടെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമുണ്ട്. മോദിയും പുടിനും തമ്മിൽ നേരത്തെയും ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം പുടിനുമായി സംസാരിച്ച ഏതാനും ലോക നേതാക്കളിൽ ഒരാളാണ് മോദി. സമാധാനപരമായ മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത മോദി അപ്പോഴെല്ലാം ഊന്നി പറഞ്ഞിരുന്നു. റഷ്യൻ ആക്രമണം ഒരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ലോകശ്രദ്ധ നേടിയിരുന്നു.